എൻട്രൻസ് എക്സാം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളോടാണ് പറയുന്നത്. നമ്മൾ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ നമ്മുടെ അടുത്ത കാലത്തായിട്ട് എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ പോകുന്നുണ്ട്. പൊതുവെ ഞാൻ മനസ്സിലാക്കുന്നത് നല്ല പഠിക്കാൻ കഴിവുള്ള, നല്ല ടാലന്റഡ് ആയിട്ടുള്ള, പ്ലസ് ടുവിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ച, ഇതിൽ നമ്മൾ പറയുക ഫുൾ മാർക്ക് വാങ്ങിച്ച കുട്ടികൾ വരെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഇത്തരം കുട്ടികൾക്ക് എൻട്രൻസ് എക്സാമിനേഷനിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ ആത്മവിശ്വാസം പോകുന്നു, ആങ്ഷ്യസ് ആവുന്നു, ഇങ്ങനെയൊക്കെയുള്ള കംപ്ലയിൻസ് കൊണ്ട് നമുക്ക് ഒത്തിരി കുട്ടികളെ കിട്ടാറുണ്ട്. അതിൽ ഞാനിപ്പോൾ അടുത്ത് വന്നൊരു കുട്ടി എന്ന് പറയുന്നത് ഒരു വർഷം എൻട്രൻസിന് പോയതിനു ശേഷം കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ലോ റാങ്കാണ് കിട്ടിയിട്ടുള്ളത്. പ്ലസ് ടു ഫുൾ മാർക്ക് കിട്ടിയ ഒരു കുട്ടിയാണ്. അപ്പം ഞാൻ ഈ കുട്ടിയുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില കുട്ടികൾ, പ്രത്യേകിച്ച് ആങ്സൈറ്റി ഉള്ള, ഉത്കണ്ഠയുള്ള, അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഈ മത്സരാധിഷ്ഠിതമായിട്ടുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റില്ല. അത് അവരെ കുട്ടിയല്ല, അവർക്ക് അതോടുകൂടി അവർക്ക് പഠിക്കാൻ പറ്റില്ല, പഠിച്ചാൽ തന്നെ പരീക്ഷ എഴുതാൻ പറ്റില്ല. അവരെ ഒരു കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാകുമ്പോൾ അവർ ഡിസ്റ്റർബ് ആവും. അതുകൊണ്ട് ചില കുട്ടികൾ പഠിക്കാൻ കഴിവുണ്ടെങ്കിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു മത്സരാധിഷ്ഠിതമായിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് പഠിക്കാനും പരീക്ഷ എഴുതാനും അതിൽ റാങ്ക് വാങ്ങിക്കാനും യാഥാർത്ഥ്യം നമ്മൾ രക്ഷിതാക്കൾ മനസ്സിലാക്കണം. കാരണം ചില കുട്ടികൾക്ക് പഠിക്കാനൊക്കെ കഴിവുണ്ട്. ചിലപ്പോൾ എൻട്രൻസിന് അവിടെ പറഞ്ഞാൽ കൂടുതൽ കോൺഫിഡൻസ് പോകുന്നുണ്ടാവുക, അല്ലെങ്കിൽ അവർക്ക് പല സ്ഥലത്തും എത്തേണ്ട കുട്ടിയായിരിക്കും ചിലപ്പം. അപ്പൊ ഇവിടെയുള്ള ഒരു സിസ്റ്റം ചിലതൊക്കെ അനാരോഗ്യകരമായിട്ടുള്ള സിസ്റ്റം ആയിരിക്കാം കുട്ടീനെ തളർത്തുന്നുണ്ടാവുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില കുട്ടികൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാൻ പറ്റുന്ന കുട്ടികളല്ല, അതിലൂടെ അവരുടെ കഴിവുകളും അവരുടെ ശേഷികളും നശിച്ചു പോകാനാണ് ചെയ്യും.